ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിലെ രണ്ടാമത്തെ മത്സരം ഇന്ത്യയുടെ നബീബിയുമായിട്ട് നാളെ നടക്കുകയാണ്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ USA ആയിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. ഈ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മുടിചൂടാ മന്നന്മാരായിരുന്നു T20 ഫോർമാറ്റിലും നമുക്കറിയാം. എല്ലാ കളികളും ഇന്ത്യ ആധികാരികമായിട്ട് ജയിക്കുന്നു. എല്ലാ പരമ്പരകളും നമുക്കൊരു പരമ്പരകളും തോൽക്കാതെ ഇന്ത്യ ജയിക്കുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പിലേക്ക് വന്നപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യനെ അല്ല നമ്മൾ USA പോലൊരു ടീമിൻ്റെ മുന്നിൽ കണ്ടു. ബാറ്റിങ്ങിൽ ഇന്ത്യ തകർന്നു എന്ന് തന്നെ പറയാം. അല്ലേ, സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യൻ്റെ ഭേദപ്പെട്ട സ്കോറിലെത്തിക്കുകയും ഇന്ത്യയുടെ ബോളിങ്ങിൻ്റെ ഒരു മികവിൽ അല്ലെങ്കിൽ USAയുടെ ബാറ്റിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടാണ് ഇന്ത്യ മത്സരത്തിൽ വിജയിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഒരു ന്യൂസിലാൻഡിനെയോ ഇംഗ്ലണ്ടിനെയോ അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയക്കെതിരെ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് പോലൊരു മികച്ച ടീമിനെതിരെ നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ തോക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് ഇന്ത്യക്ക് പിഴയ്ക്കുന്നത്, എവിടെയാണ് ഇന്ത്യക്ക് കണക്കുകൂട്ടൽ തെറ്റിപ്പോകുന്നു നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊരു ആത്മവിശ്വാസം, ഒരു ഓവർ കോൺഫിഡൻസ് ടീം ഇന്ത്യക്കുണ്ടോ എന്നൊരു സംശയം. ആദ്യ ബോൾ തന്നെ അടിച്ച് കളിക്കുക, അല്ലെങ്കിൽ വരുന്നവരെല്ലാവരും അടിച്ച് കളിക്കുക എന്നുള്ളൊരു മനോഭാവം. അല്ല, എങ്ങനെയായാലും അമേരിക്ക പോലെ ചെറിയ ടീം അല്ലെങ്കിൽ നബീബ പോലെ ചെറിയ ടീമിനെതിരെ അവർ വളരെ ചെറിയ ആളുകളാണ്. അതുകൊണ്ട് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചൊരു 200+ സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ 150 എടുത്താൽ പോലും അവരെ ചേസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഇന്ത്യക്കുണ്ടോ എന്നത് സംശയമാണ്. അതുകൊണ്ട് ക്രിക്കറ്റിൽ ആരും നിസ്സാരക്കാരല്ല. എല്ലാവരെയും അവരുടേതായ ഒരു വാല്യൂ കൊടുത്തു കണ്ടുകൊണ്ട് ഒറ്റ ക്ഷമയോടുകൂടി കളിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു സ്ഥിരത നേർന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമുക്ക് നാളെ ഒരു അഭിഷേക് ശർമ്മ കളിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിൽ അദ്ദേഹത്തിന് വയറിന് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ, ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ സഞ്ജയ് വി സാംസൺ, മലയാളി താരം സഞ്ജയ് വി സാംസൺ ആയിരിക്കും ഇഷാൻ കൃഷ്ണൻ അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ ആയിരിക്കും സഞ്ജയ് വി സാംസൺ, ഇഷാൻ കൃഷ്ണൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ഈ ഒരു ടീമായിരിക്കും ഇന്ത്യക്കുണ്ട്. പക്ഷേ ശിവൻ ദുബൈയുടെ കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. എനിക്ക് തോന്നുന്നു ശിവൻ ദുബൈനെ മാറ്റിയിട്ട് അവിടെ സിറാജിനെ നിലനിർത്താനുള്ള സാധ്യതയും ഇന്ത്യ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മുഹമ്മദ് സിറാജ് കഴിഞ്ഞ ഒരു മത്സരത്തിൽ അവസരം കിട്ടി. ലോകകപ്പിന് ടീമിൽ പോലും ഇല്ലായിരുന്ന ഒരു പ്ലെയറായിട്ടുള്ള മുഹമ്മദ് സിറാജ് ഹർഷിത് റാണയ്ക്ക് ഒരു പരിക്ക് പറ്റി ടീമിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്താണ് സിറാജിനെ ടീമിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ സിറാജിന് ടീമിൽ അവസരം കിട്ടുകയും വളരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഷിങ്ടൺ സുന്ദർ ടീമിൽ വന്നിട്ടപ്പം ശിവൻ ദുബൈക്ക് വരെ വാഷിങ്ടൺ സുന്ദർ ടീമിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. സിറാജിനെ മാറ്റി നിർത്തി ബുംറ വരുമ്പോൾ സിറാജിനെ മാറ്റിയിട്ട് ദുബൈക്ക് പകരം വാഷിങ്ടൺ സുന്ദർ വരാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിൽ തന്നെയായാലും ഇന്ത്യ ഒരു ക്ഷമയോടുകൂടി ബാറ്റ് ചെയ്താൽ മാത്രമാണ് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. എല്ലാ ബോളും ആദ്യ ബോൾ ഒരു അടിച്ച് കളിക്കുക എന്നുള്ള മനോഭാവം സ്വീകരിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. നബീബിയ ഒരു ചെറിയ ടീമാണെങ്കിൽ പോലും അവരെ നമ്മൾ വില കുറച്ച് കൂടെ കാണാൻ പാടില്ല. കാരണം ജാൻ നിക്കോൾ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ ബെർണാഡ് നല്ലൊരു ബോളറാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കളി നമുക്കറിയാം 4 ഓവർ 27 റൺസ് മാത്രം കൊടുത്ത ഒരു പ്ലെയറാണ്. പക്ഷേ അത് നെതർലാൻഡ്സിനെതിരെ ആണെങ്കിൽ പോലും ആ ഒരു പെർഫോമൻസ് അവർക്ക് ഒരു സ്പാർക്കുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ അവരെ വില കുറച്ച് കാണരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നാളെ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും നബീബിയും തമ്മിലുള്ള കളി നടക്കുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം 15-ാം തീയതി പാകിസ്ഥാനായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. അപ്പോൾ അതിനുള്ള മുമ്പുള്ള വാമപ്പ് മാച്ചായിട്ട് കണ്ടാലും മതി. പക്ഷേ എങ്കിൽ പോലും ഒരു നിസാരവൽക്കരിച്ച് അവരെ കാണരുതെന്നുള്ളതാണ് എൻ്റെ ഒരു തിങ്കിങ്. കാരണം വെച്ചാൽ നല്ലൊരു ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ കഴിവ് തെളിയിച്ച ഇന്ത്യൻ ഒരു ടീമിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലവാരം ഇന്ത്യ കാണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നപ്പോൾ പാകിസ്ഥാൻ്റെ മുന്നിലേക്ക് നമുക്ക് പ്രേമദാസ സ്റ്റേഡിയത്തിൽ ആത്മവിശ്വാസത്തോടെ നമുക്ക് എത്താൻ സാധിക്കും. നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് ഉണ്ടാക്കിയ പല വിവാദങ്ങളും ഈ വേൾഡ് കപ്പിനെ അലങ്കോലപ്പെടുത്താൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവസാനമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പാകിസ്ഥാനായിട്ട് നല്ലൊരു മത്സരം ഉണ്ടാകണം എന്നാണ് എല്ലാവരും ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും കാരണത്താൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ഒരു പരാജയം നേരിട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വളരെ വലിയൊരു നാണക്കേടായിരിക്കും. അതുകൊണ്ട് പാകിസ്ഥാനെതിരെ വളരെ നല്ല രീതിയിൽ കളിച്ച് ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കണം. അതിനുള്ള ഒരു വാമ മാച്ചായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലായിരിക്കണം നബീബിയായിട്ടുള്ള മാച്ച് ഇന്ത്യ കാണേണ്ടത്. അപ്പം എല്ലാ രീതിയിലും വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം, ബോളിംഗ് പ്രകടനം, ഒരു ഫീൽഡിംഗ് പ്രകടനം എല്ലാം കാഴ്ചവെച്ചുകൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനെ വളരെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കണം എന്ന് ഞാൻ ആശംസിക്കുന്നു, അതുപോലെ ആഗ്രഹിക്കുന്നു. കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.